നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയാള് പറഞ്ഞതുപോലെ ഫോണ് ഇന്ന് രാത്രി തന്നെ ശരിയാക്കി തരുമോ? വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ അവര് പേടിക്കും. വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, അത് പറയാൻ വേണ്ടിയാ ചേച്ചി ഫോൺ വിളിച്ചത്. കരുണാകരൻ സാറിന് ആരുടെയും വിഷമം മനസ്സിലാവില്ലല്ലോ. പാറുവിന് ലക്ഷ്മിയെ വിളിക്കണോ? എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. ചേച്ചിയുടെ നമ്പർ അറിയില്ല, എന്റെ ഫോണിലാ ഉള്ളത്. ഇന്ന് രാത്രി നന്നാക്കി തരുമല്ലോ, അപ്പൊ വിളിച്ചോളാം. വെള്ളച്ചാൽ ദേവിക്ക് വഴിപാടുകൾ നടത്തിയാല് എല്ലാം നന്നായി വരുന്ന പറയാ. പക്ഷെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം എന്റെ കാര്യത്തിൽ നല്ലതൊന്നും നടന്നിട്ടില്ല. പാറു നല്ല മൂഡിലിരിക്കുമ്പോ ഞാൻ എന്റെ പ്രണയം പറയാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇപ്പൊ ഇവളുടെ മൂഡ് ശരിയല്ല. എങ്കിലും ഞാനും ഇവള് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല. പാറു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പ്രിയൻ ചേട്ടാ? ഈശ്വര, ടെൻഷൻ കൊണ്ട് കൈയും കാലും വിറയ്ക്കാണല്ലോ. ഇതിപ്പോ എങ്ങനെയാ പറയാ? ഈ ചാൻസ് വിട്ടുകളയാനും പറ്റില്ലല്ലോ. എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിയൻ ചേട്ടൻ എന്താ ഒന്നും പറയാത്തത്? പറയാനുണ്ട്. എന്ത്? അത് ഞാനാണ് ഗന്ധ. പാറു, ഞാൻ പറയാമെന്നതേ, ഞാനാണ് ഗന്ധ. എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ടായിരിക്കും പിന്നെ വിളിക്കുന്നത്. എടുത്ത് സംസാരിക്കേ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഹലോ, ആരാ? പ്രിയനല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ലക്ഷ്മിയാ, പാറുവിന്റെ ചേച്ചി. പാറു അടുത്തുണ്ടോ? ആ ഉണ്ട്, ഞാൻ കൊടുക്കാം. പാറു, ഇതാ നിന്റെ ചേച്ചിയാ. ചേച്ചിയോ? ഹലോ ചേച്ചി. പാറു, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഇപ്പൊ വിളിക്കുമ്പോ ഫോൺ ഓഫ്. നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? ഞാൻ ഓഫാക്കി വെച്ചൊന്നല്ല, ഫോണ് കേടായിരിക്ക, നന്നാക്കാൻ കൊടുത്തിരിക്കാ ചേച്ചി. എന്താ ചേച്ചി, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് പാറു, നമ്മുടെ അച്ചാച്ചനും അമ്മമ്മയും വല്യച്ഛനും ഒക്കെ ഉറങ്ങുന്ന മണ്ണില്ലേ, അത് നമുക്ക് നഷ്ടപ്പെടാൻ പോവാ. ചേച്ചി എന്താ പറഞ്ഞ? അച്ഛനാ ഭൂമി ചന്ദ്രഹാസന്റെ കയ്യിൽ പണയം വെച്ചേക്കുമല്ലേ. അയാൾക്ക് പൈസക്ക് എന്തോ അത്യാവശ്യമുണ്ടെന്ന്, അതുകൊണ്ട് നമ്മുടെ ഭൂമി അയാൾ വിൽക്കാൻ പോവാണെന്ന്. ചേച്ചി, ഞാൻ പറഞ്ഞ സത്യ പാറു. പറഞ്ഞുറപ്പിച്ച സമയത്ത് കാശ് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഈ നിലം ഇവന്റെ അച്ഛന് വേണമെങ്കിൽ വിൽക്കാം. 3 ദിവസം ഞാൻ നോക്കും, അതിനുള്ളിൽ കാശ് തന്നാ ഈ ഭൂമി തിരിച്ചു കിട്ടും. 3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഉറങ്ങുന്ന ആ ഭൂമി ആരുടെയെങ്കിലും കയ്യിലേക്ക് പോവും പാറു. ഇത് പറയാൻ കാലത്ത് മുതൽ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. 10 ലക്ഷം രൂപ 3 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും ചേച്ചി? 10 ലക്ഷം രൂപയാ? എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പാറു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന ഇത്തിരി സ്വത്ത് സ്വന്തമായി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു അച്ഛൻ ഇത്രയും നാളും. അതുകൂടി കൈവിട്ട് പോകുന്നു അറിഞ്ഞപ്പോ നമ്മുടെ അച്ഛൻ തകർന്നു പോവാടി. ചേച്ചി, ആ ഭൂമി നഷ്ടപ്പെട്ട നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോവും. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ പാറു. വിഷമിക്കില്ല ചേച്ചി, ആ ഭൂമി കൈവിട്ട് പോകുന്നില്ല. അച്ഛനോട് ധൈര്യമായിട്ടിരിക്കാൻ പറയും. ഞാനില്ലേ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അച്ഛന്റെ സഹായം കൊണ്ട് കരപറ്റിയവര് പോലും ഇപ്പൊ അച്ഛനെ കാണുമ്പോ തിരിഞ്ഞു നടക്കുക. ഈ അവസ്ഥയില് നമ്മുടെ അച്ഛനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല പാറു. നിനക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഞാൻ ശ്രമിച്ചു നോക്കാം ചേച്ചി. ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. എന്താ പാറു, എന്താ ഉണ്ടായത്? എന്റെ ചേട്ടൻ കാരണം എന്റെ കുടുംബത്തിനുണ്ടായ തകർച്ച പ്രിയൻ ചേട്ടൻ അറിയാലോ. ഉള്ളതെല്ലാം ഓരോന്നോരോന്നായിട്ട് വിറ്റിട്ട് അച്ഛൻ പല കടങ്ങളും വീട്ടിയത്. തറവാട് ഭാഗം വെച്ചപ്പോ കിട്ടിയ കുറച്ച് ഭൂമി മാത്രം അച്ഛൻ വിൽക്കാതെ വെച്ചിരുന്നു. പക്ഷെ അതും പണയത്തില്ല. 3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ കൊടുത്ത് അത് തിരിച്ചെടുത്തില്ലെങ്കിൽ പ്രമാണം ഈട് വാങ്ങിച്ച അച്ഛന് കാശ് കൊടുത്ത ആള് അത് വിൽക്കുന്നു. അച്ചാച്ചനെയും അച്ഛമ്മയും വലിയച്ഛനെ അടക്കിയ മണ്ണത്. ആ
മണ്ണെങ്കിലും കൈവിട്ട് പോകാതെ നോക്കണം പാറുന്ന് അച്ഛൻ എപ്പോഴും പറയും. അവരുടെ അടുത്ത് തന്നെ അച്ഛനും കിടക്കണമെന്ന അച്ഛന്റെ ആഗ്രഹം. ആ ഭൂമിയെ നഷ്ടപ്പെടാൻ പോകുന്ന അച്ഛനത് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാ പ്രിയൻചേട്ടാ? 3 ദിവസം കൊണ്ട് എങ്ങനെ 10 ലക്ഷം രൂപ ഉണ്ടാക്കുക? കരയില്ലേ പാറു, ഇനിയും 3 ദിവസം ഉണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാൻ നമുക്ക്. ഞാനില്ലേ നിന്റെ കൂടെ. നീ ഒന്ന് സമാധാനപ്പെട.